റൈറ്റ്. അപ്പം ഇന്ന് ഈസ്റ്ററാണ്. ഞങ്ങൾക്കിവിടെ രാത്രി 10 മണിക്കാണ് കേട്ടോ ഈസ്റ്ററിൻ്റെ ശുശ്രൂഷകൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊന്ന് വല്ലപ്പോഴും ആണ്, ഇന്നിപ്പം ശനിയാഴ്ച ശരിക്കും എനിക്ക് ഡ്യൂട്ടി ഉള്ള ദിവസമാണ്. അപ്പോൾ നമ്മൾ ഈസ്റ്ററിന് ഞാൻ ഓൾറെഡി ആനുവൽ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് എല്ലാവരും കൂടി വീട്ടിലിരിക്കുന്ന ദിവസമായതുകൊണ്ട് ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് ചുമ്മാ ഒന്ന് പുറത്ത് പോയി. തിരിച്ച് വന്നപ്പോഴേക്കും വൈകിട്ട് 7 മണിയായി. പിന്നെ ഇനി എല്ലാവർക്കും ഡിന്നറൊക്കെ കൊടുത്ത് എല്ലാവരും സെറ്റ് ചെയ്തു. ഇനി ഒന്ന് കുളിച്ച് റെഡി ആയാൽ മതി. അപ്പം ഞാൻ ഡ്രസ്സ് സംഭവങ്ങളെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചു. രാത്രി 10 മണിക്കെന്ന് പറഞ്ഞാൽ ഒരു 9:30 9:45 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം. പിന്നെ തണുപ്പൊക്കെ ആണെങ്കിൽ പള്ളിയുടെ പുറത്തായ ഭയങ്കര തണുപ്പായിപ്പോൾ അതുകൊണ്ട് അപ്പം കുളിക്കണം. ആരും കുളിച്ചിട്ടില്ല. വന്നിട്ട് എല്ലാവരും ഫുഡ് കഴിച്ചു. എല്ലാവരെയും കുളിച്ച് ഒന്ന് സെറ്റായാൽ മതി ഇനി. അപ്പോൾ ബാക്കി എല്ലാവരും എന്നെ എടുക്കണമെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഞാൻ ഓൾറെഡി ഇതാണ് ഞങ്ങൾ ഇടാൻ പോകുന്ന ഔട്ട്ഫിറ്റ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് ദസ് വീഡിയോ ആണ്. ബാക്കി പിന്നെ കാണാം. ഗെറ്റ് റെഡി വിത്ത് ദിസ് വീഡിയോയിൽ ആദ്യമേ ഔട്ട്ഫിറ്റ് കാണിക്കണമല്ലോ. അച്ഛന് ഒരു വൈറ്റ് ഷർട്ട് ആൻഡ് ബ്ലൂ ജീൻസാണ് ചൂസ് ചെയ്തത്. അതിൻ്റെ സംഭവങ്ങളെല്ലാം അവിടെ എടുത്തു വെച്ചു. അപ്പം ജോക്കുനും ഞാൻ 2 സെറ്റ് ചൂസ് ചെയ്തായിരുന്നു കേട്ടോ. അത് മാച്ചിങ് ആയിട്ട് വരുന്ന ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കോംബോയിൽ വരുന്നത്. പിന്നെ എനിക്ക് ആ യെല്ലോ കോമ്പിനേഷൻ അതും കൂടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ജസ്റ്റ് അത് അച്ഛൻ ചൂസ് ചെയ്തോളൂ അതിൽ ഏതാണെന്നുള്ളത്. പിന്നെ അവൻ്റെ ഷൂസും സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഞാനും കുഞ്ഞാറ്റയും മാച്ചിങ് കളേഴ്സ് ഇടാമെന്നാണ് വെച്ചത്. അപ്പം റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതിനകത്ത് ഒരു റെഡിഷ് പോലെയാണ് തോന്നുന്നത്, പക്ഷേ ശരിക്കും റാണി പിങ്ക് ആയിരുന്നു. അപ്പോൾ അവൾക്കൊരു സ്കേർട്ട് ആൻഡ് ടോപ്പും എൻ്റെ സാരി, അന്ന് സാരിയാണ് കൊടുക്കുന്നത്. അപ്പോൾ സാരി ഞാൻ മുന്നേ തന്നെ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ റെഡി ആവാൻ തുടങ്ങുമ്പോഴേക്കും ഇവിടെ പല പല കാര്യങ്ങൾ വന്നാൽ ഒന്നും ഇതാവത്തില്ല. അതുകൊണ്ട് മുന്നേ തന്നെ ഞാൻ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. ഞാനൊഴികെ എല്ലാവരും റിലാക്സിങ് മോഡിലാണ് കേട്ടോ. ഫോണിലൊക്കെ ഏതാണ്ടൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ജോക്കുട്ടിനെയും ഫുഡൊക്കെ കൊടുത്താൽ കുളിപ്പിച്ചാൽ മതി. എന്നാ എടുക്കുക എന്നാ എടുക്കുക ഓക്കെ. ഇനി എല്ലാവരും ഒന്ന് കുളിച്ച് റെഡി ആയാൽ മതി. ബാക്കിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നത്തെയും പോലെ ആദ്യമേ ജോക്കുട്ടിനെയും കുഞ്ഞാറ്റേനെയും ഡ്രസ്സ് മാറി ഒന്ന് സെറ്റാക്കി കേട്ടോ. കൂട്ടത്തിൽ അച്ഛനും റെഡി ആവുന്നുണ്ട്. എൻ്റെ സാരി ഉടുക്കലും ഒരു വഴി കൂടെ നടക്കുന്നുണ്ട്. സാരി ഉടുക്കുമ്പോൾ മറ്റേ ഡ്രസ്സ് പോലുള്ള ഇച്ചിരി സമയം നമുക്ക് വേണമല്ലോ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്സ്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ചെറിയൊരു എന്താ പറയുക, ഒരു ഫോട്ടോഷൂട്ട് വീഡിയോ ഷൂട്ടൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. രസമാണ്. അതായത് ഒരു വീട്ടിൽ ഒരാൾക്ക് ഫോട്ടോ എടുക്കാൻ ഇഷ്ടമുണ്ടാവും, വേറൊരാൾക്ക് ഫോട്ടോ വീഡിയോ അലർജി ആയിട്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേ സംഭവ വികാസങ്ങളുണ്ടല്ലോ, അതെല്ലാം അവിടെ അരങ്ങേറുന്നുണ്ട്. പിന്നെ ഒന്നും വീഡിയോയിൽ കാണുന്നില്ലെന്ന് മാത്രം. അപ്പോൾ കുഞ്ഞാറ്റയുടെ ഔട്ട്ഫിറ്റ് ഇതായിരുന്നു. റാണി പിങ്ക് ഷെയ്ഡിൽ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ് റാണി പിങ്ക്. പിന്നെ എൻ്റെ റാണി പിങ്ക് കളറിൽ തന്നെ ഒരു ടസർ ടച്ച് വരുന്ന ഒരു സാരിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്ലീറ്റഡ് ആയിട്ട് ഉടുത്ത് കഴിഞ്ഞപ്പം നന്നായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു സാരിയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് വീഡിയോ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ജോക്കുവിനെയും കൂടി ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ വീട്ടിൽ ഞാൻ മാത്രമാണ് ഈ ഫോട്ടോ വീഡിയോ താല്പര്യമുള്ളതുകൊണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് ഇത്രയൊക്കെ സഹകരണേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ജോക്കുവിനെയും പിടിച്ചൊരു ഡാൻസ് കളിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. പക്ഷേ ടി വിയിൽ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ പോകണം. ഇച്ചിരി നേരത്തെ നമ്മൾ റെഡി ആവണം, എന്നാലാണ് ഇതിനൊക്കെ നമുക്ക് സമയം കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിലിട്ട ആക്സസറീസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ബ്രേസ്ലെറ്റും പിന്നെ മറ്റേ കല്ലൊരു വാച്ചും പിന്നെ ഒരു അങ്ങനത്തെ ഒരു മാലയാണ് ഞാനിട്ട് കേട്ടോ. പ്ലീറ്റ് എടുത്തിട്ടാണ് ഞാൻ സാരി ഉടുത്തത്. അപ്പം നമുക്ക് ഇച്ചിരി കൂടെ ഒതുങ്ങിയിരിക്കുന്നതായിട്ട് തോന്നും. അങ്ങനെ എനിക്ക് ടോട്ടലി ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല സാരിയായിരുന്നു. ഞാൻ സാരി എടുത്തത് ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ എവിടെ നിന്നാണ് സാരി എടുത്തതെന്ന്. പിന്നെ അതേ കുഞ്ഞാറ്റയുടെ വക ഒരു റാം വോക്ക്. അവൾ എന്നെ കളിയാക്കണതാണ്, ഞാൻ അവളെ വിളിച്ചിട്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെയ്യടി എന്ന് പറയുമ്പോൾ അവൾ എന്നെ കളിയാക്കാൻ ചെയ്യുന്ന അതൊക്കെ അങ്ങനെ. അപ്പോൾ ഫോട്ടോ വീഡിയോ എല്ലാം എടുത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. എല്ലാം സെറ്റായി. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇറങ്ങുവാന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 10 മണിക്കാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 9:45, നമുക്ക് 10 മിനിറ്റേ ഉള്ളൂ ചർച്ചിലേക്ക്. 9:45 കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഇത് ചർച്ചിൽ ഇങ്ങനത്തെ കുറേ പരിപാടികൾ, ഈസ്റ്ററിൻ്റെ നല്ല അടിപൊളി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നുന്നു 12 മണിയും കഴിഞ്ഞായിരുന്നു.
അപ്പം എൻ്റെ 50 ദിവസത്തെ നോമ്പ് കഴിഞ്ഞിട്ട് നോമ്പ് വീടാൻ പോകുന്ന ദിവസമാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ഈ പള്ളി കഴിഞ്ഞിട്ട് നേരെ എൻ്റെ നോമ്പ് വീടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളൊന്ന് പോവുകയാണ്. അപ്പോൾ ഈ രാത്രി സമയമായതുകൊണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല. വീട്ടിൽ ഞങ്ങൾ ആക്ച്വലി ഇച്ചിരി ബീഫ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾ ഈ 50 ദിവസം നോമ്പ് കഴിയുമ്പോഴേ നമുക്ക് അത് കഴിക്കാനല്ല ഇങ്ങനത്തെ സംഭവങ്ങൾ കഴിക്കാനാണല്ലോ തോന്നുന്നത്. അപ്പം എന്നാൽ മഗ്ഡി പോയിട്ടൊരു ഒരു ബർഗർ മേടിക്കാം എന്ന് പറഞ്ഞിട്ട് പോവാണ് നോമ്പ് വീടാൻ വേണ്ടിയിട്ട്. 50 ദിവസം നോമ്പെടുത്തിട്ട് അത് എന്താ പറയുക, പിന്നെ ചിക്കൻ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ടല്ലോ. അപ്പം ചെറിയൊരു ചിക്കൻ ബർഗർ മേടിച്ചു, പിന്നെ കുറച്ച് ഫ്രൈസൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. അങ്ങനെ ഞങ്ങളുടെ ഈസ്റ്റർ 50 ദിവസത്തെ നോമ്പും കഴിഞ്ഞ് ഞാൻ ബർഗർ കഴിച്ച് എൻ്റെ നോമ്പും വീടി. അടിപൊളി, ഇത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.